എല്ലാവർക്കും നമസ്കാരം. എൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിസ്ഥിതിയെയും പ്രകൃതിയെയും മനുഷ്യനെ സംബന്ധിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഇതുൾപ്പെടെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി പുതിയ തലമുറയ്ക്കും എല്ലാവർക്കും ഈ വിവരങ്ങൾ, ഈ വിജ്ഞാനം പകർന്നു കൊടുക്കുക. എല്ലാവരെയും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ കാലാവസ്ഥ എന്നാൽ എന്താണ്, ആരാണ് ഇങ്ങനെയൊക്കെ മാറ്റിയത്? ക്ലൈമ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ക്ലൈമറ്റ് എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ക്ലൈമ എന്ന് പറഞ്ഞാൽ ചരിവ് അല്ലെങ്കിൽ ഭൂമിയുടെ ഒരു പ്രദേശം എന്ന അർത്ഥമാണുള്ളത്. ഓരോ പ്രദേശത്തിൻ്റെയും കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ദീർഘകാലത്തിലുള്ള അന്തരീക്ഷത്തിൻ്റെ അവസ്ഥ, ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ അവസ്ഥ. ഉഷ്ണകാലം, മഴക്കാലം, വേനൽക്കാലം, വസന്തം, ഹേമന്തം, ശിശിരം എന്നൊക്കെ പറയുന്ന വ്യത്യസ്തമായ കാലത്തിൻ്റെ അവസ്ഥയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. അതൊരു ദീർഘകാലയളവിലാണ്, ഒരു ദീർഘമായ പ്രദേശത്താണ്. ഒരു ചെറിയ പ്രദേശത്ത് ചെറിയ കാലയളവിലാണെങ്കിൽ ദിനാവസ്ഥയെന്നും സമയാവസ്ഥയെന്നും വെതർ പറയും. അതവിടെ നിൽക്കട്ടെ. ഏകദേശം ഒരു 460 കോടി വർഷത്തെ ചരിത്രമുണ്ട് ഭൂമിക്ക്. പാൻജിയ എന്ന ഭൂഖണ്ഡം പന്തലാസ എന്ന കടലുമായി ചുറ്റപ്പെട്ട് കിടന്നുവെന്നും അതിന് യുറേഷ്യ എന്ന പേരുണ്ടായിരുന്നുവെന്നും പിന്നെ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അന്റാർട്ടിക്ക പല രൂപത്തിലേക്ക് കടൽ കയറിയും ഇറങ്ങിയും പർവ്വതങ്ങൾ രൂപപ്പെട്ടും പല രൂപത്തിലൊക്കെയാണ് ഇന്നത്തെ ഭൂഖണ്ഡങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. എന്തായാലും 460 കോടി വർഷത്തെ ചരിത്രം പറയുന്ന ഭൂമിയിൽ ഒരാദ്യത്തെ 10-50 കോടി വർഷം ഭൂമി തിളച്ചു മറിയുകയായിരുന്നു. കാർബൺ ഡൈ ഓക്സൈഡും ഹീലിയവും മീഥൈനും ഹൈഡ്രജനും ഒക്കെ ധാരാളം വാതകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പല പ്രാവശ്യം ഭൂമിക്ക് ചൂട് കൂടിയിട്ടുണ്ട്, ചൂട് കുറഞ്ഞിട്ടുണ്ട്. ചൂട് കുറയുമ്പോൾ ഹിമയുഗം, ചൂട് കൂടുമ്പോൾ പിന്നെ ഉഷ്ണയുഗം, ഇതെല്ലാം വന്നിട്ടുണ്ട്. എന്നാൽ ഒരു 2 ലക്ഷം വർഷമേ ആവുന്നുള്ളൂ മാനവരാശി ഉണ്ടായിട്ട്. ഏകകോശ ജീവി ഉണ്ടായിട്ട് കുറേ കൂടി വർഷമാകുന്നു. പക്ഷെ മനുഷ്യരുൾപ്പെടെയുള്ള ബഹുകോശ ജീവികൾ ഉണ്ടായിട്ട് വലിയ വർഷങ്ങളായിട്ടില്ല. ഏകദേശം ഒരു 2 ലക്ഷം വർഷങ്ങളെ ആവുന്നുള്ളൂ. മനുഷ്യർ വനാന്തരങ്ങളായിരുന്നു താമസിച്ചിരുന്നത്. കായ്കനികൾ ഭക്ഷിക്കുക, വെള്ളം കുടിക്കുക, ഉറങ്ങുക, പിന്നെ അത്യാവശ്യം പ്രത്യുൽപാദനം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവിടെ നിന്നാണ് മനുഷ്യർ സഞ്ചാരം ആരംഭിക്കുന്നത്. ജനസംഖ്യ വളർന്നു, വനനശീകരണമുണ്ടായി, കാടും മേടുമെല്ലാം കീഴടക്കി, നദീതീരങ്ങളിലെത്തി, സംസ്കാരങ്ങൾ രൂപപ്പെടുത്തി, കൃഷി ആരംഭിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പോവുകയായിരുന്നു. ഇതെല്ലാം ചെയ്തു പോകുന്ന കൂട്ടത്തിൽ 1700 വരെ പ്രകൃതിയോട് ഇണങ്ങിയും പ്രകൃതിയെ മനസ്സിലാക്കിയും ഒക്കെയാണ് മനുഷ്യൻ കൂടുതൽ ജീവിച്ചത്. എന്നാൽ 1712 ജെയിംസ് വാട്ട് ആവിയന്ത്രം കണ്ടുപിടിക്കുന്നതോടുകൂടി കൽക്കരി വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. 1800 കപ്പലുകളുടെ കണ്ടുപിടുത്തമായി, യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തമായി, സിമെന്റിന്റെ കണ്ടുപിടുത്തമായി, അങ്ങനെ ഒരുപാട് വസ്തുക്കളുടെ കണ്ടുപിടുത്തമായി. പിന്നെ ഇങ്ങോട്ട് കാലാവസ്ഥ മാറ്റത്തിന്റെ മനുഷ്യ ഇടപെടലിന്റെ ഒരു രീതി കൂടെയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രകൃതിയുടെ മാറ്റം, സൂര്യന്റെയും ചൂടിന്റെയും വായുവിന്റെയും വെള്ളത്തിന്റെയും ഭൂമിയുടെ ചരിവ്, അച്ചുതണ്ടിന്റെ പ്രത്യേകതകൾ, ഭൂമിയുടെ കറക്കം, സൂര്യന്റെ കറക്കം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് പ്രതിഭേദങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ 1712 മുതൽ മനുഷ്യന്റെ ഇടപെടൽ കൂടിക്കൊണ്ട് ഭൂമിക്ക് ചൂട് കൂടാൻ തുടങ്ങി. 1824 ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞൻ ജോസഫ് ഫൂരിയർ ഹരിതഗ്രഹ പ്രഭാവം ഉണ്ടെന്ന് ലോകത്തിന് പരിചയപ്പെടുത്തി. ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഭൂമിക്ക് ഉണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് വരുന്ന ചൂടും വായുവും പ്രകാശവും എല്ലാം ഭൂമിയിലെത്തിയതിനു ശേഷം തിരിച്ചു പോകുന്നത് സുഗമമാകുന്നില്ല. അത് തിരിച്ചു പോകേണ്ടതുണ്ട്. അന്തരീക്ഷത്തിലെ ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ, ഇത്രയും സ്ഫിയറുകൾ കടന്നാണ് ഈ ചൂട് ഇങ്ങോട്ട് വരേണ്ടതും അങ്ങോട്ട് പോകേണ്ടതും. അപ്പോൾ തിരിച്ചിവൻ കടന്നു പോകുമ്പോൾ മുകളിലേക്ക് പോകാൻ കഴിയാതെ ട്രോപ്പോസ്ഫിയറിൽ തന്നെ ഈ ചൂടിൻ്റെ അംശം നിൽക്കും. അതുകൊണ്ടാണ് പിന്നെ വരുന്ന വായുവിന്, ചൂടുള്ള വായുവിന് മുകളിലോട്ട് പോകാനും കഴിയില്ല. അതിവിടെ കിടന്ന് കറങ്ങി നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. 1861 ഐറിഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ ജോൺ ഡിൻഡാൽ അന്തരീക്ഷത്തിലെ വാതകങ്ങളും ജലബാഷ്പവും ഹരിതഗ്രഹ പ്രഭാവത്തെ കൂടുതൽ സ്വാധീനിക്കുന്നതായി കണ്ടെത്തി.
1886 ആകുമ്പോൾ ആദ്യത്തെ മോട്ടോർ വാഹനങ്ങൾ കാൾസ് ബെൻഡ് കണ്ടുപിടിച്ചു. മോട്ടോർ വാഹനം കണ്ടുപിടിക്കുന്നതോടുകൂടി വ്യാപകമായി പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതും അന്തരീക്ഷത്തിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂട്ടി. 1896 കൽക്കരിയുടെ വർദ്ധിച്ച ഉപയോഗം ഹരിതക പ്രഭാവത്തെ വർദ്ധിക്കുന്നുവെന്ന് സ്വീഡിഷ് രസതന്ത്ര ശാസ്ത്രജ്ഞനായ സോന്തെ അറനിയസ് കണ്ടെത്തുന്നു. റേബ്യയിൽ ഉൾപ്പെടെ വ്യാപകമായി കൽക്കരി ഉപയോഗിക്കുന്ന കാലമായിരുന്നു അത്. 1800കളാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട വർഷം. 1800 ആകുമ്പോൾ താപവികിരണങ്ങളെ സൂര്യനിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് വർണ്ണരാജികൾ ഉൾക്കൊള്ളുവാനും ആഗിരണം ചെയ്യുവാനുള്ള കഴിവ് കാർബൺ ഡൈ ഓക്സൈഡിൽ കൂടുതലാണെന്ന് സ്വീഡിഷ് ഗവേഷകനായ ന്യൂട്ട് ആൻസ്ട്രോ മനസ്സിലാക്കുന്നു. അവിടെ നിന്നാണ് കളി മാറുന്നത്. 1800കൾക്ക് മുമ്പേ പുറകിലോട്ടൊരു 10,000 വർഷത്തെ ചരിത്രമെടുത്താൽ എത്രയാണോ ഭൂമിയുടെ ചൂട് കൂടിയിരുന്നത് അതിനേക്കാൾ ചൂട് 1800കൾ കഴിയുമ്പോൾ ഭൂമിക്ക് കൂടി. ഈ കഴിഞ്ഞ 800കൾ മുതൽ ഇത് ഞാൻ സംസാരിക്കുന്ന ഈ വർഷം വരെ ഏകദേശം 1.5 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് ഭൂമിക്ക് ചൂട് കൂടിയത്. അതൊരു 200 വർഷക്കാലത്തെ പ്രവർത്തനമേ ഉള്ളൂ. 1800 മുതൽ 224 വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഭൂമിക്ക് ഇത്രമാത്രം ചൂട് കൂടിയത്. അത് നമ്മുടെ കെട്ടിട നിർമ്മാണ രീതികളുണ്ട്, വനനശീകരണമുണ്ട്, ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗമുണ്ട്, പെട്രോൾ ഫോസൽ ഇന്ധനങ്ങളുടെ ഉപയോഗമുണ്ട്, മാലിന്യ സംസ്കരണത്തിലെ കുറവുകളുണ്ട്, അമിതമായ ചൂഷണമുണ്ട്, അശാസ്ത്രീയമായ ഉപയോഗമുണ്ട്, കൺസ്യൂമറിസമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഭൂമിക്ക് ചൂടിങ്ങനെ കൂട്ടിയിട്ടുള്ളത്. 1927 ആകുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 100 കോടി ടണ്ണിലെത്തുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 1938 ആകുമ്പോൾ ലോകത്തിലെ 147 കാലാവസ്ഥാ കേന്ദ്രങ്ങളിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അന്തരീക്ഷ താപനില ഉയർന്നതായി ബ്രിട്ടീഷ് എഞ്ചിനീയറായ ഗേ കലണ്ടർ നിരീക്ഷിച്ചു. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്ദ്രതയിലെ വ്യത്യാസത്തിലും ഭൂമിക്ക് ചൂട് കൂടുതലാവുന്നുവെന്ന് അതിന് കലണ്ടർ പ്രഭാവം എന്ന് തന്നെ ഒരു കാഴ്ചപ്പാട് തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചെങ്കിലും ലോക ശാസ്ത്ര സമൂഹം അത് വേണ്ടത്ര അംഗീകരിച്ചില്ല. 1955 അമേരിക്കൻ ഗവേഷകനായ ഗിൽബർട്ട് പ്ലാസ് ആധുനിക ഉപകരണങ്ങളുടെയും കമ്പ്യൂട്ടർ വിശകലനത്തിൻ്റെ സഹായത്താൽ വാതകങ്ങളുടെ ഇൻഫ്രാറെഡ് വികിരണങ്ങൾ ശേഖരിച്ചു വയ്ക്കാനുള്ള കഴിവ് ഉണ്ടെന്ന് തെളിയിച്ചു. 1957 ആകുമ്പോൾ അമേരിക്കൻ സമുദ്ര ഗവേഷകനായ റോഗർ റിവല്ലിയും രസതന്ത്രജ്ഞനായ ഹാൻസ് ന്യൂസും ചേർന്നുള്ള പഠനത്തിൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വർദ്ധിച്ച തോതിൽ കടൽ ആഗിരണം ചെയ്യുന്നില്ല എന്ന നിഗമനത്തിലെത്തി. 1958 ചാൾസ് ഡേവിൽ കിംഗ്ലിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഹവാലയിലെ വിദൂര ദ്വീപ് മൗഹലോവയിലും അന്റാർട്ടിക്കയിലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതിൻ്റെ പഠനം ആരംഭിച്ചു. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്ദ്രത വർദ്ധിക്കുന്നതായി അവർ ശാസ്ത്രീയമായി തെളിയിച്ചു. 1965 US പ്രസിഡന്റിൻ്റെ ഉപദേശ സമിതി ഹരിതകർ പ്രഭാവത്തിൻ്റെ പ്രശ്നങ്ങൾ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ആ സമയത്താണ് 1962 റേച്ചൽ കഴ്സൻ്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം വരുന്നു. അമേരിക്കയിൽ DDT പ്രയോഗിക്കുന്നത് കൊണ്ട് വസന്തത്തിനും കിളികൾക്കും മരങ്ങൾക്കും ചെടികൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ 62 ആ പുസ്തകത്തോടുകൂടി ലോകത്ത് കാലാവസ്ഥ മാറ്റവും ആഗോളതാപനവും ഒക്കെ വലിയ ചർച്ചയാകുന്ന ഒരു വർഷം കൂടിയാണ്. 65 US പ്രസിഡന്റിൻ്റെ ഈ ഉപദേശ സമിതി ഇങ്ങനെ ഇത് കൊണ്ടുവന്നതിന് ശേഷം 75 US ഗവേഷകനായ പാലസ് ബ്രോക്കർ ആഗോളതാപനം എന്ന പ്രയോഗം നടത്തി. അപ്പോൾ ഭൂമിക്ക് ചൂട് കൂടുകയാണ്. ഭൂമി ആകെ ചൂട് കൂടുന്നതിനാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിസ്ഥിതിയെയും പ്രകൃതിയെയും മനുഷ്യനെ സംബന്ധിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഇതുൾപ്പെടെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി പുതിയ തലമുറയ്ക്കും എല്ലാവർക്കും ഈ വിവരങ്ങൾ, ഈ വിജ്ഞാനം പകർന്നു കൊടുക്കുക. എല്ലാവരെയും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ചുകൂടി വ്യത്യസ്തമായൊരു വിഷയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ കാലാവസ്ഥ എന്നാൽ എന്താണ്? ആരാണ് ഇങ്ങനെയൊക്കെ മാറ്റിയത്? ക്ലൈമ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ക്ലൈമറ്റ് എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ക്ലൈമ എന്ന് പറഞ്ഞാൽ ചരിവ് അല്ലെങ്കിൽ ഭൂമിയുടെ ഒരു പ്രദേശം എന്ന അർത്ഥമാണുള്ളത്. ഓരോ പ്രദേശത്തിൻ്റെയും കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ദീർഘകാലത്തിലുള്ള അന്തരീക്ഷത്തിൻ്റെ അവസ്ഥ, ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ അവസ്ഥ. ഉഷ്ണകാലം, മഴക്കാലം, വേനൽക്കാലം, വസന്തം, ഹേമന്തം, ശിശിരം എന്നൊക്കെ പറയുന്ന വ്യത്യസ്തമായ കാലാവസ്ഥയാണ്, കാലത്തിൻ്റെ അവസ്ഥയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്.
അതൊരു ദീർഘകാലയളവിലാണ്, ഒരു ദീർഘമായ പ്രദേശത്താണ്. ഒരു ചെറിയ പ്രദേശത്ത് ചെറിയ കാലയളവിലാണെങ്കിൽ ദിനാവസ്ഥയെന്നും സമയാവസ്ഥയെന്നും വെതർ എന്നൊക്കെ പറയും. അതവിടെ നിൽക്കട്ടെ. ഏകദേശം ഒരു 460 കോടി വർഷത്തെ ചരിത്രമുണ്ട് ഭൂമിക്ക്. പാൻജിയ എന്ന ഭൂഖണ്ഡം പന്തലാസ എന്ന കടലുമായി ചുറ്റപ്പെട്ട് കിടന്നുവെന്നും അതിന് യുറേഷ്യ എന്ന പേരുണ്ടായിരുന്നുവെന്നും പിന്നെ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അന്റാർട്ടിക്ക പല രൂപത്തിലേക്ക് കടൽ കയറിയും ഇറങ്ങിയും പർവ്വതങ്ങൾ രൂപപ്പെട്ടും പല രൂപത്തിലൊക്കെയാണ് ഇന്നത്തെ ഭൂഖണ്ഡങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. എന്തായാലും 460 കോടി വർഷത്തെ ചരിത്രം പറയുന്ന ഭൂമിയിൽ ഒരു ആദ്യത്തെ 10-50 കോടി വർഷം ഭൂമി തിളച്ചു മറിയുകയായിരുന്നു. കാർബൺ ഡൈ ഓക്സൈഡും ഹീലിയവും മീഥൈനും ഹൈഡ്രജനും ഒക്കെ ധാരാളം വാതകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പല പ്രാവശ്യം ഭൂമിക്ക് ചൂട് കൂടിയിട്ടുണ്ട്, ചൂട് കുറഞ്ഞിട്ടുണ്ട്. ചൂട് കുറയുമ്പോൾ ഹിമയുഗം, ചൂട് കൂടുമ്പോൾ പിന്നെ ഉഷ്ണയുഗം, ഇതെല്ലാം വന്നിട്ടുണ്ട്. എന്നാൽ ഒരു 2 ലക്ഷം വർഷമേ ആവുന്നുള്ളൂ മാനവരാശി ഉണ്ടായിട്ട്. ഏകകോശ ജീവി ഉണ്ടായിട്ട് കുറെ കൂടി വർഷമാവുന്നു. പക്ഷെ മനുഷ്യരുൾപ്പെടെയുള്ള ബഹുകോശ ജീവികൾ ഉണ്ടായിട്ട് വലിയ വർഷങ്ങളായിട്ടില്ല. ഏകദേശം ഒരു 2 ലക്ഷം വർഷങ്ങളെ ആവുന്നുള്ളൂ. മനുഷ്യർ വനാന്തരങ്ങളായിരുന്നു താമസിച്ചിരുന്നത്. കായ്കനികൾ ഭക്ഷിക്കുക, വെള്ളം കുടിക്കുക, ഉറങ്ങുക, പിന്നെ അത്യാവശ്യം പ്രത്യുൽപാദനം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. അവിടെ നിന്നാണ് മനുഷ്യർ സഞ്ചാരം ആരംഭിക്കുന്നത്. ജനസംഖ്യ വളർന്നു, വനനശീകരണമുണ്ടായി, കാടും മേടുമെല്ലാം കീഴടക്കി, നദീതീരങ്ങളിലെത്തി, സംസ്കാരങ്ങൾ രൂപപ്പെടുത്തി, കൃഷി ആരംഭിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പോവുകയായിരുന്നു. ഇതെല്ലാം ചെയ്തു പോകുന്ന കൂട്ടത്തിൽ 1700-കൾ വരെ പ്രകൃതിയോട് ഇണങ്ങിയും പ്രകൃതിയെ മനസ്സിലാക്കിയുമൊക്കെയാണ് മനുഷ്യൻ കൂടുതൽ ജീവിച്ചത്. എന്നാൽ 1712-ൽ ജെയിംസ് വാട്ട് ആവിയന്ത്രം കണ്ടുപിടിക്കുന്നതോടുകൂടി കൽക്കരി വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. 1800-കളായപ്പോൾ കപ്പലുകളുടെ കണ്ടുപിടുത്തമായി, യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തമായി, സിമെന്റിന്റെ കണ്ടുപിടുത്തമായി, അങ്ങനെ ഒരുപാട് വസ്തുക്കളുടെ കണ്ടുപിടുത്തമായി. പിന്നെ ഇങ്ങോട്ട് കാലാവസ്ഥ മാറ്റത്തിന്റെ മനുഷ്യ ഇടപെടലിന്റെ ഒരു രീതി കൂടെയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രകൃതിയുടെ മാറ്റം, സൂര്യന്റെയും ചൂടിന്റെയും വായുവിന്റെയും വെള്ളത്തിന്റെയും ഭൂമിയുടെ ചരിവ്, അച്ചുതണ്ടിന്റെ പ്രത്യേകതകൾ, ഭൂമിയുടെ കറക്കം, സൂര്യന്റെ കറക്കം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് പ്രകൃതിഭേദങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ 1712 മുതൽ മനുഷ്യന്റെ ഇടപെടൽ കൂടിക്കൊണ്ട് ഭൂമിക്ക് ചൂട് കൂടാൻ തുടങ്ങി. 1824 ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞൻ ജോസഫ് ഫൂരിയർ ഹരിതഗ്രഹ പ്രഭാവം ഉണ്ടെന്ന് ലോകത്തിന് പരിചയപ്പെടുത്തി. ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഭൂമിക്ക് ഉണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് വരുന്ന ചൂടും വായുവും പ്രകാശവും എല്ലാം ഭൂമിയിലെത്തിയതിനു ശേഷം തിരിച്ചു പോകുന്നത് സുഗമമാകുന്നില്ല. അത് തിരിച്ചു പോകേണ്ടതുണ്ട്. അന്തരീക്ഷത്തിലെ ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ, ഇത്രയും സ്ഫിയറുകൾ കടന്നാണ് ഈ ചൂട് ഇങ്ങോട്ട് വരേണ്ടതും അങ്ങോട്ട് പോകേണ്ടതും. അപ്പോൾ തിരിച്ചിവൻ കടന്നു പോകുമ്പോൾ മുകളിലേക്ക് പോകാൻ കഴിയാതെ ട്രോപ്പോസ്ഫിയറിൽ തന്നെ ഈ ചൂടിൻ്റെ അംശം നിൽക്കും. അതുകൊണ്ടാണ് പിന്നെ വരുന്ന വായുവിന്, ചൂടുള്ള വായുവിന് മുകളിലോട്ട് പോകാനും കഴിയില്ല. അതിവിടെ കിടന്ന് കറങ്ങി നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. 1861-ൽ ഐറിഷ് ഭൗതികശാസ്ത്രജ്ഞൻ ജോൺ ഡിൻഡാൽ അന്തരീക്ഷത്തിലെ വാതകങ്ങളും ജലബാഷ്പവും ഹരിതഗ്രഹ പ്രഭാവത്തെ കൂടുതൽ സ്വാധീനിക്കുന്നതായി കണ്ടെത്തി. 1886 ആകുമ്പോൾ ആദ്യത്തെ മോട്ടോർ വാഹനങ്ങൾ കാൾസ് ബെൻഡ് കണ്ടുപിടിച്ചു. മോട്ടോർ വാഹനം കണ്ടുപിടിക്കുന്നതോടുകൂടി വ്യാപകമായി പെട്രോളിയം, ഡീസൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതും അന്തരീക്ഷത്തിന്റെ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂട്ടി. 1896-ൽ കൽക്കരിയുടെ വർദ്ധിച്ച ഉപയോഗം ഹരിതഗ്രഹ പ്രഭാവത്തെ വർദ്ധിക്കുന്നുവെന്ന് സ്വീഡിഷ് രസതന്ത്ര ശാസ്ത്രജ്ഞനായ സോന്ദേ അറനിയസ് കണ്ടെത്തുന്നു. റെയിൽവേയിൽ ഉൾപ്പെടെ വ്യാപകമായി കൽക്കരി ഉപയോഗിക്കുന്ന കാലമായിരുന്നു അത്. 1800-കളാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട വർഷം. 1800 ആകുമ്പോൾ താപവികിരണങ്ങളെ സൂര്യനിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് വർണ്ണരാജികൾ ഉൾക്കൊള്ളുവാനും ആഗിരണം ചെയ്യുവാനുള്ള കഴിവ് കാർബൺ ഡൈ ഓക്സൈഡിൽ കൂടുതലാണെന്ന് സ്വീഡിഷ് ഗവേഷകനായ ന്യൂട്ട് ആൻസ്ട്രോ മനസ്സിലാക്കുന്നു. അവിടെ നിന്നാണ് കളി മാറുന്നത്. 1800-കൾക്ക് മുമ്പേ പിറകിലോട്ടൊരു 10,000 വർഷത്തെ ചരിത്രമെടുത്താൽ എത്രയാണോ ഭൂമിയുടെ ചൂട് കൂടിയിരുന്നത് അതിനേക്കാൾ ചൂട് 1800-കൾ കഴിയുമ്പോൾ ഭൂമിക്ക് കൂടി. ഈ കഴിഞ്ഞ 800-കൾ മുതൽ ഇത് ഞാൻ സംസാരിക്കുന്ന ഈ വർഷം വരെ ഏകദേശം 1.5 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് ഭൂമിക്ക് ചൂട് കൂടിയത്. അതൊരു 200 വർഷക്കാലത്തെ പ്രവർത്തനമേ ഉള്ളൂ. 1800 മുതൽ 2024 224 വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഭൂമിക്ക് ഇത്രമാത്രം ചൂട് കൂടിയത്. അത് നമ്മുടെ
കെട്ടിട നിർമ്മാണ രീതികളുണ്ട്, വനനശീകരണമുണ്ട്, ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗമുണ്ട്, പെട്രോൾ ഫോസൽ ഇന്ധനങ്ങളുടെ ഉപയോഗമുണ്ട്, മാലിന്യ സംസ്കരണത്തിലെ കുറവുകളുണ്ട്, അമിതമായ ചൂഷണമുണ്ട്, അശാസ്ത്രീയമായ ഉപയോഗമുണ്ട്, കൺസ്യൂമറിസമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഭൂമിക്ക് ചൂടിങ്ങനെ കൂട്ടിയിട്ടുള്ളത്. 1927 ആകുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 100 കോടി ടണ്ണിൽ എത്തുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 1938 ആകുമ്പോൾ ലോകത്തിലെ